ബാർ സമയം കൂട്ടിയതിൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി എം ബി രാജേഷ്. ബാർ സമയം കൂട്ടിയതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഇങ്ങോട്ട് അറിയിക്കുകയായിരുന്നു. എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി എം ബി രാജേഷ്. കത്തിക്കാനുള്ള നല്ല കോലം തന്റേതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കത്തിക്കട്ടെ എന്നും മന്ത്രി പ്രതികരിച്ചു. കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ അവർക്ക് കത്തിക്കാനൊരു കോലം കിട്ടണമെങ്കിൽ ഇരുന്നോട്ടെ, അതിലൊന്നും നമുക്ക് വലിയ ആക്ഷേപമില്ല. അതിനുള്ള മറുപടി ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറുപടി ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം ഇങ്ങോട്ട് അറിയിക്കുകയാണ് ചെയ്തത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ വിവരം ഈ ബാറിന്റെ സമയം കൂട്ടുന്നത് വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം വിമർശിച്ചു. പക്ഷേ മന്ത്രി അപ്പോഴും ഇക്കാര്യം തന്നെ പറഞ്ഞിരുന്നു. അത് ഇന്നും ആവർത്തിക്കുകയാണ്. പ്രതിപക്ഷം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. പറയൂ കൂടുതൽ വിവരങ്ങൾ. വളരെ ഗൗരവമുള്ള വെളിപ്പെടുത്തലാണ് മന്ത്രി എം ബി രാജേഷ് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് നടത്തിയിരിക്കുന്നത്. ഈ പ്രതിപക്ഷം, അതായത് പ്രതിപക്ഷം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു ബാർ സമയം കൂട്ടാനെന്നാണ് എം ബി രാജേഷ് പറഞ്ഞു വെക്കുന്നത്. അതായത് പ്രതിപക്ഷത്തിന്റെ തീരുമാനം കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ തങ്ങൾ ഈ ബാറിന്റെ സമയം കൂട്ടിയത് എന്ന ആരോപണം അല്ലെങ്കിൽ ആ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിരുന്നു. അത് ഇങ്ങോട്ട് വിളിച്ച് നടത്തിയതാണ്. അത് ആരാണ് ഇങ്ങോട്ട് വിളിച്ചത് എന്ന ചോദ്യത്തിന് അതൊക്കെ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് മന്ത്രി പോവുകയായിരുന്നു. കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി എം ബി രാജേഷും അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകളും പറയുന്നത്. ഇനി വിളിച്ചത് ആരാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് പ്രതിപക്ഷത്തോട് തന്നെ ചോദിക്കണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളോട് തന്നെ ചോദിക്കണമെന്നാണ് ഇത്തരത്തിൽ ഇടതുപക്ഷ നേതാക്കളും അതുപോലെ തന്നെ മന്ത്രി എം ബി രാജേഷും പറയുന്നത്. ഗൗരവമുള്ള കാര്യമാണ് സ്മിത. മന്ത്രി പറഞ്ഞിരുന്നു പ്രതിപക്ഷത്തിന്റെ കൂടി അനുകൂല തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാറുകളുടെ സമയം കൂട്ടിയത് അല്ലെങ്കിൽ ഏകീകരണം നടത്തിയത് എന്ന് മന്ത്രി എക്സൈസ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിന് ചുവട് പിടിച്ചാണ് ഇന്നും നമ്മൾ മന്ത്രിയുടെ പ്രതികരണം തേടിയത്. അപ്പോഴാണ് മന്ത്രി എം ബി രാജേഷ് നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രതിപക്ഷം തങ്ങളോട് ആലോചിച്ചില്ല എന്ന് പറയുന്ന സമയത്ത് പ്രതിപക്ഷത്തിന്റെ കൂടി അനുകൂല തീരുമാനം, അഭിപ്രായം കണക്കിലെടുത്ത് അത് ഇങ്ങോട്ട് വിളിച്ച് തങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയായിരുന്നു. അത് അനുകൂല അഭിപ്രായമായതുകൊണ്ടാണ് ഇത്തരത്തിൽ തങ്ങൾ ബാറുകളുടെ സമയം ഏകീകരിച്ച് പ്രതിപക്ഷത്തിന് പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് കരുതിയാണ് ഏകീകരിച്ചതെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എം ബി രാജേഷ് പറഞ്ഞു വെക്കുന്നത്. പ്രതിപക്ഷ നേതാവാണ് മറുപടി പറയേണ്ടത്. വീണ്ടും അതേ ആരോപണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന്. ഇങ്ങോട്ടാണ് പ്രതിപക്ഷം അത്തരത്തിൽ വിളിച്ച് അനുകൂലമായൊരു തീരുമാനം പറഞ്ഞതെന്ന ഒരു നിലപാട് മന്ത്രി ആവർത്തിക്കുകയാണ്. പ്രതിപക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. ഇനി പ്രതിപക്ഷ നേതാവിന് എന്താണ് പറയാനുള്ളത് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതെ സ്മിത, മന്ത്രിക്ക് എന്തു മറുപടിയാകും ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് നൽകുക? അക്കാര്യത്തിൽ തന്നെയാണ് ഇനിയുള്ള ആകാംക്ഷ. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.